ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വായിക്കാമല്ലോ. കൊലോസ്യർ 2:14-ഉം 15-ഉം. കൊലോസിയൻസ് chapter 2 verse 14 and 15. कोलोसियों की पत्री 2रा अध्याय उसका 14 और 15. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി വീണ്ടും നിൻ്റെ സന്നിധിയിൽ കടന്നുവരുവാൻ നീ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ഓഡിറ്റോറിയത്തിൽ നീ കൂട്ടിക്കൊണ്ട് നിൻ്റെ മക്കൾക്കായി സ്തോത്രം. വെളിയിൽ റോഡിലും കടകളിലും ഹോട്ടലിലും അവിടെയായി നിന്നുകൊണ്ട് നിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. കർത്താവേ, ഞങ്ങളോട് നീ അരുളി ചെയ്യണമേ. നിൻ്റെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിൻ്റെ വചനം ഗ്രഹിക്കുന്നതിന് തടസ്സമായി ആരുടെയെല്ലാം മനസ്സിനെയാണ് ഈ ലോകത്തിൻ്റെ ദൈവം തടഞ്ഞു വച്ചിരിക്കുന്നത്, ആ മനസ്സുകളെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം ഗ്രഹിപ്പാൻ എല്ലാവർക്കും നീ കൃപ കൊടുക്കണമേ. നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ നാം വായിക്കുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. കഴിഞ്ഞ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് നഗ്നനായി 3 ആണികളിൽ മേൽ തൂങ്ങിക്കിടക്കുന്നത് എന്ന് ഞാൻ വിവരിച്ചുവല്ലോ. തൻ്റെ തലയിൽ മുൾമുടിയാണ്, തൻ്റെ മുഖത്ത് തുപ്പലാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ മുഖം മറച്ചു കളയത്തക്കവണ്ണം നഗ്നനാക്കിയാണ്. നിങ്ങൾ ഫോട്ടോകളിലൊക്കെ ചിലപ്പോൾ അല്പം വസ്ത്രം ധരിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ രൂപം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വാസ്തവമായി നമ്മുടെ കർത്താവ് പൂർണ്ണ നഗ്നനാക്കിയാണ് തൂക്കപ്പെട്ടത്. തൻ്റെ വസ്ത്രമെല്ലാവരും മാറ്റി മറ്റുള്ളവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അത്ര മ്ലേച്ഛമായ രീതിയിലാണ് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടക്കുന്നത്. അതിൻ്റെ ഇടത്ത് ഒരു കള്ളൻ, വലത്തൊരു കള്ളൻ. അപ്പോൾ ഏറ്റവും നിന്ദിതനായ അവസ്ഥയിലാണ് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടന്നത്. അവനങ്ങനെ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ സാത്താനും അല്ലെങ്കിൽ ഈ ലോക മനുഷ്യർ ചിന്തിച്ച് കാണും, ഇവനെ പരസ്യമായി കാഴ്ചയാക്കി പരസ്യകോലമാക്കിയല്ലോ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ പരസ്യകോലമാക്കി തീർത്തു. അതിൻ്റെ ആത്മീകമായ വിവരണങ്ങൾ മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആഴം ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. പലരും ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നതാണ് എന്ന് അനേകരും ചിന്തിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില പ്രിയപ്പെട്ടവർ കടന്നു വന്ന് പറഞ്ഞു, ക്രൂശിൽ തറച്ച് കൊന്നവന് തന്നെത്താനെ രക്ഷിക്കാൻ കഴിയാത്തവൻ നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് എന്നോട് വാദിക്കുകയുണ്ടായി. ഞാൻ അവരോട് കർത്താവിൻ്റെ വചനം ആഴമായി പറയുവാൻ കർത്താവ് കൃപ നൽകി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നതല്ല. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം. ജോൺ chapter 10 verse 17 and 18 വായിച്ചാട്ട്. പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്.
വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ ജീവനെ ആരും എടുത്തു കളയുകയല്ല ചെയ്യുന്നത്, തൻ്റെ ജീവൻ തനിക്ക് താനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, എലി എലി ലമാ ശബക്താനി എന്ന് പറഞ്ഞിട്ട്, പിതാവേ ഞാൻ എൻ്റെ പ്രാണനെ നിങ്കൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് തന്നെത്താനെ സ്വയമേ തൻ്റെ പ്രാണനെ അർപ്പിക്കുകയായിരുന്നു. ആരും തൻ്റെ പ്രാണനെ അഥവാ യേശുവിനെ കൊന്നതല്ല. എൻ്റെ ജീവനെ മറ്റുള്ളവരുടെ മറുവിലയായി കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ തൻ്റെ ജീവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് പറഞ്ഞ ഒരേ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചു കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും കർത്താവ് എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ കർത്താവ് പറഞ്ഞ ശേഷം തൻ്റെ പ്രാണനെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സകലവും സമാപ്തിയായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ താൻ ആ 3 ആണികളിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ആത്മാവും പ്രാണനും അധോലോകത്തിൽ പാതാളത്തിൽ ആ വേകുന്നിടത്ത് വെന്തുകൊണ്ടിരിക്കുന്നിടത്ത് എങ്ങനെ താൻ വലിക്കപ്പെട്ടു പോയി, അവിടെ കഷ്ടം സഹിച്ച് എങ്ങനെ മടങ്ങി വന്നു എന്നെല്ലാം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, സകലവും സമാപ്തിയായി. മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി കൊടുക്കേണ്ട വില മുഴുവനും കൊടുത്തു. അതിനുശേഷം കർത്താവ് തൻ്റെ പ്രാണനെ തന്നെത്താനെ പിതാവിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 62 മുതൽ 66 വരെ വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62 മുതൽ 66 വരെ വായിച്ചാണ്. മാത്യു ചാപ്റ്റർ 27 62 to 66. Matthew chapter 27 62 to 66. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ച ശേഷം ജോസഫ് എന്ന രഹസ്യ ശിഷ്യൻ വന്ന് പീലാത്തോസിനോട് അനുവാദം വാങ്ങി യേശുവിൻ്റെ ശരീരത്തെ കല്ലറയിൽ അടക്കി. അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരെല്ലാം കൂടെ വന്ന് പീലാത്തോസിന് പറയുകയാണ്, ഇവൻ ജീവനോടിരിക്കുമ്പോൾ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ ഒരു പക്ഷേ വന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നെങ്കിൽ അത് പിന്നത്തേതിലും പ്രയാസമാകും എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് പീലാത്തോസ് അവരോട് പറഞ്ഞു, കാവൽക്കൂട്ടത്തെ നിങ്ങൾക്ക് തരാം, അതുകൂടാതെ നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുവരുത്തുവാൻ കഴിയുമോ അത്രത്തോളം ഉറപ്പുവരുത്തുകയും. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മോശക്കാരനായ ഒരാളാണ്, ഒരു റൗഡിയാണ്, വളരെ പ്രയാസമുണ്ടാക്കണം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അവൻ്റെ കഥ തീർന്നു എന്ന് പറഞ്ഞ് ശാന്തമാകും. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം പോലും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടെയുള്ളവർക്കും പിന്നെയും
പിന്നെയും അവർക്ക് തൃപ്തിയാകുന്നില്ല. അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അതിൽ പിന്നെയും അവർ എന്തു ചെയ്യുകയാണ്? ചെന്ന് കല്ലറയ്ക്ക് വേണ്ടി ഉറപ്പുവരുത്തുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ കല്ലറയുടെ മേൽ വലിയൊരു കല്ല് വെച്ചിട്ട് റോമാ ഗവൺമെൻറ് മുദ്ര അതിൻ്റെ മേൽ വെച്ചു. ആ റോമാ ഗവൺമെൻറ് മുദ്ര വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകണം, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇത് റോമാ ഗവൺമെൻറ്റിനാണ്, ആർക്കും അത് തൊടാൻ കഴിയുകയില്ല. അതുകൂടാതെ റോമാസ് പട്ടാളത്തെയും അവർക്ക് കാവൽ കൊടുത്തിരിക്കുകയാണ്. സാധാരണ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ രാജാക്കന്മാരോ മരിച്ചാൽ അവരുടെ ഓർമ്മയ്ക്ക് അവരുടെ ബഹുമാനത്തിനായി പോലീസോ പട്ടാളക്കാരോ ഒരു ദിവസം നിന്നെന്ന് വരാം. എന്നാൽ ഇത് ബഹുമാനത്തിന് വേണ്ടിയല്ല. ആ സൈന്യം അവിടെ കാവൽക്കൂട്ടം നിൽക്കുകയാണ്. അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും വന്ന് ഇവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോകും, അത് തടയാനായി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഒരു വലിയ കല്ലും അതിന് മേൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായി മുൻപോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 യോഹന്നാൻ 3:8 വായിച്ചാട്ട്. 1 യോഹന്നാൻ 3:8. 1 John chapter 3 verse 8. 1 യോഹന്നാൻ 3:8. വായിച്ചാട്ട്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാനായിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. For this purpose the Son of God was manifested, that he might destroy the works of the devil. സാത്താൻ്റെ പണികളെ നശിപ്പിക്കുവാൻ, സാത്താൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. തൻ്റെ വന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയും വില കൊടുപ്പാനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ കാര്യം നിവർത്തിയായി. ഇപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കുവാൻ, പിശാചിൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരുങ്ങി മുൻപോട്ട് വരികയാണ്. ഇതിൻ്റെ കൂടെ 1 പത്രോസ് 3:18-19 കൂടെ വായിച്ചാട്ട്. 1 പത്രോസ് 3:18-19. 1 Peter chapter 3 verse 18 and 19. 1 പത്രോസ് 3:18-19. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ മതി. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ മരിച്ചു, ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിലും പ്രാണനിലും അവൻ ബലപ്പെട്ടിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ പോകുകയാണ്. അവൻ ആത്മാവിൽ അവൻ ചെന്ന്, പണ്ട് നോയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇതിൻ്റെ കൂടെ എഫേസ്യ ലേഖനം 4:8-10 വരെ കൂടെ വായിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-10 വരെ. എഫേഷ്യൻസ് chapter 4 verse 8-10. എഫേസ്യോं की पत्री 4 का 8 से 10 तक. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തുവെന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ച് എന്ന് വരുന്നില്ലയോ?
ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? നമ്മുടെ കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിലും പ്രാണനിലും അവൻ ബലപ്പെട്ടവനായി അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്.